ദൈവമാത്മാവാകുന്നവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ.
ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. നമുക്ക് ചേർന്ന് ചൊല്ലാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമുണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനാകുന്ന യേശു ക്രിസ്തുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, മശിഹായേ, നീ മാത്രം പരിശുദ്ധാത്മാവിനോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവാകുന്നു. ഹൃദയമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറെ കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വണക്കണമേ. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മനസ്സാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്ന ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാൽ അവൻ്റെ വിശുദ്ധ വഴികളിൽ കൂടി നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറവീൻ. നമുക്ക് നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയതായ കുറവുകൾ, വാക്കുകളിലും പ്രവർത്തികളിലും ചിന്തകളിലും ഇടപാടുകളിലും വന്നുപോയിട്ടുള്ള കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റവും വിനയത്തോടും അനുതാപഹൃദയത്തോടും ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് ചൊല്ലാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്കും ഞങ്ങളെ അയൽക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇപ്പോഴത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിന് നാമം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങളെ നീതി വിട്ടു തന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശു ക്രിസ്തുത്വം ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാൻ തക്ക പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ നാമത്തിന് മഹത്വത്തിനായി ജീവനപതുക്കത്തിൽ മേലാൽ അങ്ങയെ സേവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങളപേക്ഷിക്കുന്നു. ആമേൻ.
സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെ തങ്ങളുടെ സഹോദരരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമീൻ. ദൈവമേ, നിനക്ക് സ്തോത്രം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. എല്ലാ ഭവങ്ങളുടെയും ദാതാവായ ദൈവമേ, ദൈവരാജ്യത്തിൻ്റെ വികസനത്തിനായി ദൃശ്യവും അദൃശ്യവുമായ കൈമുതലുകൾ സമൃദ്ധിയായി നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങളിലുള്ള നിന്റെ വിശ്വാസവും പ്രതീക്ഷയും നീ വെളിപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ വിഭവങ്ങളുടെ ചുമതലപ്പെട്ട കാര്യവിചാരകർ എന്ന നിലയിൽ മറ്റുള്ളവരെ കരുതുവാനും സംരക്ഷിക്കുവാനും ഞങ്ങളെ ബലപ്പെടുത്തണമേ. നിന്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായി കൂടുതൽ വിഭവങ്ങളെ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 116 സങ്കീർത്തനം 12 മുതൽ 19 വരെ എഴുതപ്പെട്ടിരിക്കുന്ന വാക്യങ്ങളെ വാക്യം പ്രതിവാക്യമായി നമുക്ക് ഉപയോഗിക്കാം. 116 സങ്കീർത്തനത്തിൻ്റെ 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വാക്യം പ്രതിവാക്യമായി ഉപയോഗിക്കാം. സങ്കീർത്തനം 116 12 വാക്യം മുതൽ 19 വാക്യം വരെ. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കും? യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും. യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളും യെരൂശലേമേ നിന്റെ നടുവിലും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യങ്ങളും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. സുവിശേഷം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായം 11 മുതൽ 27 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായം 11 മുതൽ 27 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ. അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യെരൂശലേമിനെ സമീപിച്ചിരിക്കയാൽ ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാലും അവനൊരു ഉപമ കൂടി പറഞ്ഞതെന്തെന്നാൽ, കുലീനനായൊരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തുകൊള്ളുവീൻ എന്ന് അവരോട് പറഞ്ഞു. അവൻ്റെ പൗരന്മാരും അവനെ പകച്ചു. അവൻ്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു. അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ തൻ്റെ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്തു നേടിയെന്ന് അറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു. ഒന്നാമത്തവൻ അടുത്തു വന്നു, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോട്, നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട്
10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്ക എന്ന് കൽപ്പിച്ചു. രണ്ടാമത്തവനും കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് അച്ഛരാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നീയും 5 പട്ടണത്തിന് മേൽവിചാരകനായിരിക്ക എന്ന് അവനവനോട് കൽപ്പിച്ചു. മറ്റൊരുത്തൻ വന്ന്, കർത്താവേ, ഇതാ നിന്റെ റാത്തൽ, ഞാനതൊരു ഉറുമാലിൽ കെട്ടിവെച്ചിരിക്കുന്നു. നീ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അവനവനോട്, ദുഷ്ടദാസനെ, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് നീ അറിഞ്ഞുവല്ലോ. ഞാൻ വന്ന് എൻ്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളേണ്ടതിന് അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാഞ്ഞത് എന്ത്? പിന്നെ അവന് അരികെ നിൽക്കുന്നവരോട്, അറാത്തൽ അവൻ്റെ പക്കൽ നിന്നും എടുത്ത് 10 റാത്തൽ ഉള്ളവന് കൊടുപ്പീൻ എന്ന് പറഞ്ഞു. കർത്താവ് വന്ന് കർത്താവേ, അവന് 10 റാത്തൽ ഉണ്ടല്ലോ എന്ന് അവർ പറഞ്ഞു. ഉള്ളവനെ അവനും കൊടുക്കും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ഞാൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമില്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളവീൻ എന്ന് അവൻ കൽപ്പിച്ചു. ഇത് കർത്താവിൻ്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. വചന ശുശ്രൂഷയ്ക്ക് മുമ്പായി ജ്ഞാനകീർത്തനങ്ങളിൽ 27-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 27-ാമത്തെ കീർത്തനം. യേശുവേ ധ്യാനിക്കുമ്പോൾ ഞാൻ സന്തുഷ്ടമാനസേ ഏറ്റവും ആനന്ദമാവൻ എത്ര മനോഹരൻ ഹൃദയമദിനി വർണ്ണം മാധുര്യമേറുന്ന യാതൊരു നാമമില്ലസോ ഭൂതലങ്ങളിലും പ്രിയമേറുന്ന നാമമേ ഈ ഉലകിൽ വന്നു സ്വന്തം രക്തം ആദാലെന്നെ വീണ്ടരുമാനാഥൻ സൗരഭ്യമുള്ള നാമമേ പരിദുഃഖങ്ങളിൽ ആശ്വാസമേകുന്ന നാമം വിശ്വസിക്കപ്പോഴും താനോടുള്ള സംസർഗം പോ ഇന്നിഹത്തിൽ ഒരു ഭാഗ്യാനുഭവം ഇല്ലതു സ്വർഗം തന്നെ ന്യൂനം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായൊരു പ്രഭാതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയിരിക്കുന്നു. അങ്ങയുടെ വചനത്തെ ധ്യാനിക്കുവാൻ അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അവിടുന്ന് തൻ്റെ വചനത്താൽ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഉത്തമ സാക്ഷികളായി ഞങ്ങളെ ഏൽപ്പിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും ഭംഗിയോടുകൂടെ നിർവഹിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം.
അതിനായി ഞങ്ങളെ ഒരുക്കണമേ. ദൈവകൃപയിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ ഉപേക്ഷിക്കുന്നത് ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞൊരാഴ്ചക്കാലം ദൈവത്തിൽ നിന്ന് ധാരാളമായിട്ടുള്ള കൃപയും സാന്നിധ്യവും കരുതലുമൊക്കെ അനുഭവിക്കാനായിട്ട് നമുക്ക് ഇടയായതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നതായിട്ടുള്ള വിഷയം കാര്യവിചാരകത്വം, സുതാര്യതയും ഉത്തരവാദിത്വവും. കാര്യവിചാരകത്വം, സുതാര്യതയും ഉത്തരവാദിത്വവും. സ്റ്റുവർഡ്ഷിപ്പ്, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. സ്റ്റുവർഡ്ഷിപ്പ്, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇന്ന് വായിക്കപ്പെടുന്നതായിട്ടുള്ള വേദഭാഗങ്ങൾ പുറപ്പാട് പുസ്തകം 36-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളും, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളും, ഇപ്പോൾ നാം വായിച്ചു കേട്ടതായിട്ടുള്ള 116-ാം സങ്കീർത്തനത്തിൻ്റെ 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും, സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 27 വരെയുള്ള വാക്യങ്ങളുമാണ്. ഈ വേദഭാഗങ്ങളിൽ നിന്ന് ചില ചിന്തകളെ ഒരുമിച്ച് പങ്കിടുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യവിചാരകത്വം, സ്റ്റുവർഡ്ഷിപ്പ്. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വാക്കാണ് കാര്യസ്ഥൻ. കാര്യസ്ഥൻ എന്ന വാക്കിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ സ്റ്റുവർഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഉത്തരവാദിത്വത്തോടുകൂടെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം നിർവഹിക്കുന്നവൻ എന്നുള്ളതാണ്. ഒരുപക്ഷെ ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി തൻ്റെ പ്രതിനിധിയായി, തൻ്റെ അംബാസിഡറായി തനിക്കുള്ളതിനെയൊക്കെ നോക്കി നടത്തുവാനായിട്ട് ഏൽപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ് കാര്യസ്ഥൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യസ്ഥൻ എന്ന വ്യക്തിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ കാര്യങ്ങളെ നിർവഹിക്കുന്നവനായിരിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് യഥാർത്ഥമായിട്ടൊരു കാര്യസ്ഥനായിട്ട് പലപ്പോഴും പലയിടത്തും നിയമിക്കുന്നത്. എനിക്ക് വേണ്ടി ഒരുപക്ഷെ ഞാൻ ചെയ്യേണ്ടുന്നതായിട്ടുള്ള കാര്യം എന്നെപ്പോലെ തന്നെ ഉത്തരവാദിത്വത്തോടുകൂടെ നിർവഹിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയെ മാത്രമേ എപ്പോഴും കാര്യസ്ഥനായിട്ട് നിയമിക്കുകയുള്ളൂ. അതുകൊണ്ടൊരു കാര്യസ്ഥൻ എന്ന നിലയിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഉത്തരവാദിത്വം എന്നുള്ളതാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ റെസ്പോൺസിബിൾ യൂസ് ഓഫ് ദി ഗോഡ് ഗിവൺ റിസോഴ്സസ്. റെസ്പോൺസിബിൾ യൂസ് ഓഫ് ഗോഡ് ഗിവൺ റിസോഴ്സസ്. ദൈവം നൽകിയതായിട്ടുള്ള വിഭവങ്ങളെ ഏറ്റവും ഉത്തരവാദിത്വത്തോടുകൂടെ സൂക്ഷിക്കുന്ന, ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യ വിചാരകൻ അല്ലെങ്കിൽ സ്റ്റുവർഡ് എന്ന് പറയുന്നത്. കാര്യവിചാരകത്വത്തിലെ ഒരു 4 ഘടകങ്ങളെക്കുറിച്ച് ഇന്നത്തെ വേദപുസ്തകത്തിൻ്റെ വേദഭാഗങ്ങളെ ഉൾപ്പെടുത്തി ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. There are 4 principles of stewardship. കാര്യവിചാരകത്വത്തിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള 4 ഘടകങ്ങളുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഓണർഷിപ്പ്. പ്രിൻസിപ്പിൾ ഓഫ് ഓണർഷിപ്പ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതിൻ്റെ നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒന്നിൻ്റെയും ഉടമസ്ഥരല്ല ഞാനും നിങ്ങളും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും നമുക്കെല്ലാമുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പലതിനെക്കുറിച്ചും പറയും ഇത് എൻ്റെ വസ്തുവാണ്, ഇത് എൻ്റെ വീടാണ്, ഇത് എൻ്റെ വാഹനമാണ്. എന്നാൽ യഥാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ
വി ആർ നോട്ട് ദി ഓണേഴ്സ് ഓഫ് എനിത്തിങ്. ഈ ലോകത്തിലുള്ള ഒന്നിൻ്റെയും ഉടമസ്ഥനല്ല ഞാനും നിങ്ങളും. 24-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഹി ഈസ് ദി ഓണർ ആൻഡ് വി ആർ ഓൺലി ദ ടേക്ക് കെയറേഴ്സ് ഓർ കെയർ ടേക്കേഴ്സ്. നമ്മളിതൊക്കെ ടേക്ക് കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സ് മാത്രമാണ്. യഥാർത്ഥമായിട്ട് ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഭൂമിയും അതിൻ്റെ ഭൂതലവും മനുഷ്യനും അതിൻ്റെ നിവാസികളെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നവനായിട്ടുള്ള ദൈവമാണ് സകലത്തിൻ്റെയും ഉടമസ്ഥൻ എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു വലിയ പ്രശ്നം, വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ചിന്താഗതിയാണ്. ഞാൻ പലതിൻ്റെയും ഉടമസ്ഥനാണ്, ഇതൊക്കെയും എൻ്റേതാണ് എന്നുള്ള ഒരു ചിന്തയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളിലേക്കും നമ്മെ തള്ളിവിടുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇന്ന് വസ്തു തർക്കങ്ങളും ജീവിതത്തിലെ ഒരിഞ്ച് പോലും മറ്റൊരുവന് കൊടുക്കുവാൻ കഴിയാത്ത മനസ്ഥിതിയിലേക്കൊക്കെ ഞാനും നിങ്ങളുമൊക്കെ പോകുന്നതിൻ്റെ ഒരു വലിയ കാരണം എന്ന് പറയുന്നത് ഈ ഒരു മനോഭാവമാണ്. വി ആർ ദി ഓണേഴ്സ് എന്നുള്ള ചിന്ത. ലുലു ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ അധീപനായിരിക്കുന്ന വ്യക്തിയുടെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം ഞാൻ കേൾക്കുവാനായിട്ടിടയായി. അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന 2 കാര്യങ്ങൾ എന്നെ വളരെയധികം സ്പർശിച്ചു. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. താൻ ഓരോ കാര്യം പറയുമ്പോഴും അതിൻ്റെ അവസാനം അദ്ദേഹം കൊണ്ടെത്തിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ചെന്നെത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത് സർവവും ദൈവം എനിക്ക് നൽകിയതാണ്. ഒരിക്കലും അദ്ദേഹം എൻ്റെ അധ്വാനത്തിൻ്റെ കാര്യത്തെക്കുറിച്ചോ തനിക്ക് ലഭിച്ചതായിട്ടുള്ള മറ്റ് സാധ്യതകളെക്കുറിച്ചോ സാഹചര്യങ്ങളെയൊക്കെ കുറിച്ചൊക്കെ പറയുന്നതിനേക്കാൾ അപ്പുറമായി അദ്ദേഹം എപ്പോഴും ഊന്നൽ കൊടുത്ത് പറയുന്ന ഒരു കാര്യം എന്നെ വളരെ സ്പർശിച്ചു. അദ്ദേഹം വളരെ കോടീശ്വരനാണ്, വളരെ കോടീശ്വരന്മാരിൽ, ഇന്ത്യയിലുള്ള കോടീശ്വരന്മാരിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അത് മാത്രമല്ല അനേകമായിരം ആളുകൾക്ക് ജോലി നൽകിയതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പലപ്പോഴും പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇതൊക്കെ ദൈവത്തിൻ്റെ കൃപയാൽ. അദ്ദേഹം ഒരു മുസ്ലിം വിശ്വാസിയാണ്. അദ്ദേഹം പറയുന്നത് ഇതെല്ലാം അള്ളാഹുവിൻ്റെ കൃപയാൽ എനിക്ക് ലഭിച്ചതാണ്, ഇതൊക്കെ ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് ലഭിച്ചതാണ്. ഞാൻ ഒരിക്കലും ഒരു വലിയ ടാലൻ്റുള്ള മനുഷ്യനല്ല, ഞാൻ ഒരിക്കലും ഒരു വളരെ ഉന്നതമായ പഠനമുള്ള മനുഷ്യനല്ല, പക്ഷേ മറിച്ച് ഇത് സർവവും ദൈവം എനിക്ക് നൽകിയതാണ് എന്ന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ പല ഭാഗത്തും അദ്ദേഹം ഊന്നൽ കൊടുത്ത് പറയുന്നത് കേൾക്കുവാനായിട്ട് ഇടയായി. പ്രിയമുള്ളവരെ, നമ്മുടെ ഒക്കെ ഉള്ളിൽ ഇങ്ങനെയൊരു ചിന്ത ഉണ്ടാകേണ്ടത് ആവശ്യമുണ്ട്. എനിക്ക് ലഭിച്ചതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. ഹി ഈസ് ദി ഓണർ ആൻഡ് വി ആർ ഓൺലി ദി കെയർ ടേക്കേഴ്സ്. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നതും അതുതന്നെയാണ്. ദൈവം സകലത്തെയും സൃഷ്ടിച്ചു. സകലത്തെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ ഇതിനെയൊക്കെ കാപ്പാനും സൂക്ഷിപ്പാനുമായിട്ടാണ് ലോകത്തിൽ ആക്കി വെച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഒന്നാമത് കാര്യവിചാരകത്വത്തിലെ ഒന്നാമത്തെ ഒരു വലിയ ഘടകം എന്ന് പറയുന്നത്, ഒരു വലിയ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ദി പ്രിൻസിപ്പിൾ ഓഫ് ഓണർഷിപ്പ്. ദൈവമാണ് സകലത്തിൻ്റെയും ഉടമസ്ഥൻ എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഭരിപ്പിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത് പ്രിൻസിപ്പിൾ ഓഫ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. കാര്യവിചാരകത്വത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഉത്തരവാദിത്വം. ഒരു വ്യക്തി നമ്മെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുമ്പോൾ അത് ഉത്തരവാദിത്വത്തോടുകൂടെ നിർവഹിക്കുവാനായിട്ട് ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ വ്യക്തിയുടെ ഇൻ്റർവ്യൂവിലെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കണം. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം പല പ്രവർത്തനങ്ങൾക്ക്, പല കാര്യങ്ങൾക്ക് അദ്ദേഹം ചാരിറ്റി കൊടുക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പക്ഷത്തിൽ ചാരിറ്റി എന്ന് പറയുന്നത് അത് എൻ്റെ ഒരു ദാനധർമ്മമല്ല, മറിച്ച് ഞാനത് ചെയ്യേണ്ടതാണ്, അതിൻ്റെ ഉത്തരവാദിത്തമാണ്. ചാരിറ്റിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് അതെൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ്.
പലപ്പോഴും ചാരിറ്റിയെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഒരുപാട് മിച്ചമുണ്ടെങ്കിൽ കുറച്ചാർക്കെങ്കിലും കൊടുത്തേക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇത് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ ഞാനിത് ആർക്കെങ്കിലും കൊടുത്തേക്കാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചിന്താഗതി എന്ന് പറയുന്നത്, ചാരിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. ദൈവം തനിക്ക് വലിയ സാധ്യതകളും സാഹചര്യങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ നൽകിയിരിക്കുമ്പോൾ ദൈവം നൽകിയിരിക്കുന്ന ഈ വിഭവങ്ങളെ, ഈ റിസോഴ്സസിനെ മറ്റുള്ളവരുമായിട്ട് പങ്കിടേണ്ടത് ആവശ്യമാണ്, അതെൻ്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ള ബോധ്യം ആ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ വളരെ ശ്രദ്ധയോടെ കേട്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ചാരിറ്റി, മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്ന് പറയുന്നത്, അത് എൻ്റെ ഒരു വലിയ ചിന്താഗതി കൊണ്ട് ഞാൻ കൊടുക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഒരു വലിയ ചിന്തയുടെ ഭാഗമായിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് അത് നിൻ്റെയും എൻ്റെയും ഉത്തരവാദിത്വമാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് റെസ്പോൺസിബിലിറ്റി. അത് മാത്രമല്ല, വി ആർ നോട്ട് ഓൺലി റെസ്പോൺസിബിൾ ബട്ട് ഓൾസോ ആൻസറബിൾ. ദൈവം നൽകിയിരിക്കുന്നതായിട്ട് വിഭവങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക മാത്രമല്ല, അതിന് നമ്മൾ മറുപടി പറയേണ്ടവരാണ് എന്നുള്ള ചിന്ത കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പുറപ്പാട് പുസ്തകം 36-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ചിന്ത പറയുന്നുണ്ട്. അവിടെ ഓർമ്മിപ്പിക്കുന്നത്, വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയുടെ പ്രവൃത്തി ചെയ്യുവാൻ ഇസ്രായേൽ മക്കൾ കൊണ്ടുവന്ന വഴിപാടൊക്കെയും അവർ മോശയുടെ പക്കൽ നിന്ന് വാങ്ങി. എന്നാൽ അവർ പിന്നെയും രാവിലെ തോറും സുമേധാദാനങ്ങളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ വിശുദ്ധ മന്ദിരത്തിൻ്റെ സകല പ്രവൃത്തിയും ചെയ്യുന്ന ജ്ഞാനികളൊക്കെയും താൻ ചെയ്തു വന്ന പണി നിർത്തി വന്ന് മോശയോട്, യഹോവ ചെയ്യുവാൻ കൽപ്പിച്ച ശുശ്രൂഷയുടെ പ്രവൃത്തിക്ക് വേണ്ടതിലധികമായി ജനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അതിന് മോശ, പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ, വിശുദ്ധ മന്ദിരത്തിൻ്റെ വഴിപാട് വകയ്ക്ക് മേലാൽ പ്രവൃത്തി ചെയ്യേണ്ട എന്ന് കൽപ്പിച്ചു. അവർ അത് പാളയത്തിൽ പ്രസിദ്ധമാക്കി. അങ്ങനെ ജനം കൊണ്ടുവരുന്നത് നിർത്തലാക്കി. വിശുദ്ധ മന്ദിരത്തിൻ്റെ ശുശ്രൂഷകർ എന്ന് പറഞ്ഞാൽ, വിശുദ്ധ മന്ദിരത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതിനെ പുനരുദ്ധാരണം ചെയ്യുവാനായിട്ട്, അതിൻ്റെ പ്രവൃത്തികൾ നിർവഹിക്കുന്നതിന് വേണ്ടി സർവ്വജനവും വഴിപാട് കൊണ്ടുവരണം എന്നുള്ള ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ വിശുദ്ധ മന്ദിരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികൾ മോശയുടെ അടുക്കൽ കടന്നു വന്നിട്ട് പറയുകയാണ്, ജനങ്ങൾ അർപ്പിച്ചതായിട്ടുള്ള വഴിപാടുകൾ നമുക്ക് ആവശ്യത്തിൽ അധികമായിട്ട് ലഭിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്ന് മോശയോട് പറഞ്ഞപ്പോൾ മോശ അവിടെ ഒരു പ്രസിദ്ധം ചെയ്യുകയാണ്, ഇനി ആരും വഴിപാട്, ഈ വിശുദ്ധ മന്ദിരത്തിലെ ആവശ്യത്തിന് വേണ്ടി ഇനി ആരും വഴിപാട് കൊണ്ടുവരരുത് എന്ന് പ്രസിദ്ധം ചെയ്യുന്നു. അങ്ങനെ ആണ് ആ ഭാഗത്തിൻ്റെ അവസാനം പറയുന്നത്, അത് കൊണ്ടുവരുന്നത് നിർത്തലാക്കി എന്ന് പറയുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് നാം കാണുന്നതായിട്ടുള്ള ഒരു വലിയ കാര്യമുണ്ട്. വിശുദ്ധ മന്ദിരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് ചില വ്യക്തികളെ അവിടെ ഏൽപ്പിച്ചിരിക്കുന്നു. അതാണ് 36-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബസലേലും ഒഹേലിയാബും വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്ക് യഹോവ കൽപ്പിച്ചതുപോലൊക്കെയും സകല പ്രവൃത്തികളും ചെയ്യുവാൻ അറിയേണ്ടതിന് യഹോവ ജ്ഞാനവും ബുദ്ധിയും നൽകിയ സകല ജ്ഞാനികളും പ്രവൃത്തി ചെയ്യണം. അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കുവാനായിട്ട് ചിലർക്ക് ഉത്തരവാദിത്വം കൊടുത്ത് ചിലരെ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. എന്നാൽ അവർ വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അവരെ ഒരിക്കലും ചിന്തിച്ചില്ല, ഇനിയും കൊണ്ടുപോരട്ടെ, ഇനി കൊണ്ടുവന്നാൽ ഇത് കുറച്ച് നമുക്കിങ്ങനെ മാറ്റിയൊക്കെ വെച്ചേക്കാമല്ലോ, അല്ലെ വേറെ എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ അത് വിറ്റിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിനെ വേറെ രീതിയിൽ ഉപയോഗപ്പെടുത്താമെന്ന് അവർ ചിന്തിച്ചില്ല. ഈ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ജനങ്ങൾ കൊണ്ടുവരുന്നതായിട്ടുള്ള വഴിപാട് അത് ആവശ്യത്തിൽ അധികമായി വരുന്നു എന്ന് കണ്ടപ്പോൾ അത് മോശയോട് അറിയിക്കുകയും ഉത്തരവാദിത്തപ്പെട്ടവരോട് അത് അറിയിക്കുകയും ഉത്തരവാദിത്തപ്പെട്ടവർ വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ ആ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു രീതിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ ദൈവം ഈ പ്രവർത്തനത്തെ ചെയ്യുവാൻ മോശയെയും അതിന് തക്കതായിട്ടുള്ള വ്യക്തികളെയും ഏൽപ്പിച്ചപ്പോൾ അവർ വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ തങ്ങളെ ഏൽപ്പിച്ചതായിട്ടുള്ള കാര്യം നിർവഹിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഉള്ളിലൊരു വലിയ ചിന്തയുണ്ട്, ഞങ്ങൾ ഇതിനൊക്കെ ഉത്തരം പറയുവാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള ഒരു ചിന്ത തീർച്ചയായിട്ടും അവരെ ഭരിച്ചിട്ടുണ്ടാവണം.
അതുകൊണ്ട് മാത്രമാണ് അവർ ഈ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഉചിതമായ രീതിയിൽ നടത്തണമെന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. എന്നോടും നിങ്ങളോടും ഈ വചനത്തിലൂടെ ഒരു വലിയ സത്യം സംസാരിക്കുന്നുണ്ട്. എന്നെയും നിങ്ങളെയും ദൈവം ഒരുപാട് ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്തായിരിക്കാം, ഒരുപക്ഷെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജോലിയായിരിക്കാം, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളായിരിക്കും. അവിടെയെല്ലാം അതിനെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ നിർവഹിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ദൈവം എപ്രകാരം എന്നോട് ഈ പ്രവർത്തനങ്ങളെ ചെയ്യുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നോ അപ്രകാരം തന്നെ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം ഞാനും നിങ്ങളും ഒരിക്കൽ ദൈവസന്നിധിയിൽ ഇതിന് ഉത്തരം കൊടുക്കേണ്ടവരാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയണം. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂന്നാമത്തെ ഘടകം, കാര്യവിചാരകത്തിലെ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടബിലിറ്റി. ദൈവസന്നിധിയിൽ മറുപടി കൊടുക്കേണ്ടവർ മാത്രമല്ല, ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്നുള്ള ചിന്ത കൂടെ നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. വി ആർ അക്കൗണ്ടബിൾ ഫോർ ദ റിസോഴ്സസ് ദാറ്റ് വി റിസീവ്ഡ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള വിഭവങ്ങളെക്കുറിച്ച് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. വി ആർ അക്കൗണ്ടബിൾ എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 11 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ചില താലന്തുകളൊക്കെ ഏൽപ്പിച്ച്, ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് ദൂരദേശത്തേക്ക് പോയതായിട്ടുള്ളൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു കൂട്ടം ആളുകളെ വിളിച്ചിട്ട് അവരെ ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ദൂരദേശത്തേക്ക് പോവുകയാണ്. എന്നാൽ ഒരിക്കലും ഇത് ലഭിച്ചതായിട്ടുള്ള വ്യക്തികൾ ചിന്തിച്ച് കാണുകയില്ല ഈ മനുഷ്യൻ തിരിച്ചു വന്നിട്ട് ഒരു കണക്ക് ചോദിക്കും എന്നുള്ളത്. അവരെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചു പോയി. എന്നാൽ നാം ഇവിടെ കാണുന്നത് 10 റാത്തൽ ലഭിച്ചവൻ അതിൻ്റെ ഇരട്ടി ഉണ്ടാക്കുവാൻ, അല്ലെങ്കിൽ 5 ലഭിച്ചവന് അതിൻ്റെ ഇരട്ടി ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൽ ഒരു വ്യക്തി മാത്രം തനിക്ക് ലഭിച്ചതിനെ റുമാലിൽ കെട്ടി കുഴിച്ചിടുന്നതായിട്ടുള്ള അനുഭവത്തെയാണ് നാം കാണുന്നത്. നമ്മുടെ മനോഭാവം, നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള റിസോഴ്സസിനെ കുറിച്ചുള്ള നമ്മുടെ മനോഭാവം എപ്രകാരമാണ്? എനിക്കും നിങ്ങൾക്കും ദൈവം സാധ്യതകളും സാഹചര്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട് എങ്കിൽ അതിനോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? ഇതൊക്കെ എനിക്ക് കിട്ടേണ്ടതാണ് എന്നുള്ള മനോഭാവമാണോ? ഇതൊക്കെ എനിക്ക് ലഭിക്കേണ്ടതാണ് എന്നുള്ളൊരു മനോഭാവത്തോടു കൂടെയാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? എന്നാൽ ഇവിടെ ഈ താലന്തുകളെ ലഭിച്ചതായിട്ടുള്ള വ്യക്തി അതിനെ ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുക മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ടതായിട്ടുള്ള വ്യക്തി വന്നപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള കണക്ക് ബോധിപ്പിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞു. അവർ എന്ത് ചെയ്തുവെന്നും എങ്ങനെ വിനിയോഗിച്ചുവെന്നും എന്നെ ഏൽപ്പിച്ചതിലധികമായിട്ട് ഞാൻ തിരികെ ഏൽപ്പിക്കുന്നുവെന്നും പറയുവാനായിട്ടുള്ള ഒരു നല്ല മനോഭാവം അവിടെ ചില വ്യക്തികളിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ മറ്റു ചില വ്യക്തികൾ, അല്ലെങ്കിൽ അതിലൊരു വ്യക്തി അതിനെ ഉപയോഗപ്പെടുത്താതെ വണ്ണം, ലഭിച്ച നന്മയെ ഉപയോഗപ്പെടുത്താതെ വണ്ണം ഒരു മുൻവിധിയോടുകൂടെ തന്നെ ഏൽപ്പിച്ചത് തിരികെ ഏൽപ്പിക്കുന്നതാണ് നാം കാണുന്നത്. നീ വിതയ്ക്കാത്തത് കൊയ്യുകയും വെക്കാത്തത് എടുക്കുകയും ചെയ്യുന്നവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച വ്യക്തിയോട് ഒരു മുൻവിധിയോടുകൂടെ ഇടപെടുന്നതായിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മളിവിടെ കാണുന്നുണ്ട്. ഞാനും നിങ്ങളും ഇതിൽ ഏത് വ്യക്തിയാണ്, ഏത് വ്യക്തിത്വമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. എന്നെയും നിങ്ങളെയും ദൈവം ഈ ലോകത്തിലേക്ക് അയച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ടുള്ള സാധ്യതകളും സാഹചര്യങ്ങളും അവസരങ്ങളും നൽകിയിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയതായിട്ടുള്ള സാധ്യതകളെ നാം എത്രത്തോളം ഉപയോഗപ്പെടുത്തി? തീർച്ചയായിട്ടും ഇവിടെ ഞാൻ തിരികെ വന്ന് കണക്ക് ചോദിക്കുമെന്നുള്ള ഒരു ചിന്താഗതിയൊന്നും അവിടെ വ്യക്തമായിട്ട് കാണുന്നില്ല. പക്ഷേ മറിച്ച് എന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള വ്യക്തി എപ്പോൾ വന്ന് കണക്ക് ചോദിച്ചാലും അത് പറയുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്, അതിന് നല്ലൊരു ഉത്തരം കൊടുക്കുവാനായിട്ട് എനിക്ക് കഴിയണമെന്ന് ചിന്തയോടുകൂടെ പ്രവർത്തിച്ചതുകൊണ്ട് അവിടെ കൂടുതൽ ഉത്തരവാദിത്വങ്ങളും ഒരു കൂടുതൽ ഉയർന്ന സ്ഥാനം നൽകുകയല്ല, കൂടുതൽ ഉത്തരവാദിത്വങ്ങളെ ഏൽപ്പിക്കുന്നതായിട്ട് 10 പട്ടണങ്ങൾക്ക് അധിപനായിരിക്കുവാനായിട്ട് ഏൽപ്പിക്കുന്നതായിട്ടൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ അവിടെ ഏൽപ്പിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, we are accountable for the resources that God has given to us. ദൈവം നമുക്ക് നൽകിയതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾക്ക് നമ്മൾ മറുപടി പറയേണ്ടവർ ആണ് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിൻസിപ്പിൾ ഓഫ് റിവാർഡ്.
ഈ ഉത്തരവാദിത്തങ്ങളെ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുമ്പോൾ ആ ദൈവം നമ്മളെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുക മാത്രമല്ല, ഞാനും നിങ്ങളും ചെയ്യുന്നതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണ് എങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു റിവാർഡ്, അതിന് തക്കതായിട്ടുള്ള ഒരു നല്ല സമ്മാനം തരുവാൻ കൂടെ ഈ ദൈവം തയ്യാറാണ് എന്നുള്ള ചിന്ത കൂടെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ഈ ഉപമയിലൂടെ കാണിക്കുമ്പോൾ താലന്തുകൾ ശരിയായിട്ട് വിനിയോഗിച്ചപ്പോൾ, അതിന് ശരിയായിട്ടുള്ള ഒരു അക്കൗണ്ട് കൊടുക്കുവാനായിട്ട് സാധിച്ചപ്പോൾ, ഒരു അക്കൗണ്ടബിലിറ്റി അവർ കാണിച്ചപ്പോൾ, അവർക്ക് ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനം നൽകി കൂടുതൽ ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു ദൈവത്തെ ആണ്, അല്ലെങ്കിൽ ഒരു ഉടമസ്ഥരെയാണ് നമ്മളവിടെ കാണുന്നത്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നാം എപ്രകാരം വിനിയോഗിക്കുന്നു എന്നുള്ളത് വളരെ എടുത്ത് പറയുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്ത് തരും. അതിന് മുമ്പുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്. 10-ാം വാക്യത്തിൽ: നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അനുഭവത്തോടെ ഇരുപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനായിരുന്നു. എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കതോനിയിൽ നിന്ന് പുറപ്പെട്ടാറ് നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങൾ അറിയുന്നു. തെസലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. ഞാൻ ദാനം ആഗ്രഹിക്കുന്നതെന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നത്. ഇവിടെ പൗലോസ് എടുത്തു പറയുന്നതായിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം, ഈ ഫിലിപ്പിയ സഭ മക്കതോനിയ സഭയ്ക്കും തെസലോനിയ സഭയ്ക്കും, അല്ലെങ്കിൽ അവിടെയുള്ള പൗലോസിൻ്റെ ശുശ്രൂഷകൾക്ക് അവർ കൊടുത്തതായിട്ടുള്ള കൈത്താങ്ങലുകളെക്കുറിച്ച് പൗലോസ് ഇവിടെ എടുത്ത് പറയുകയാണ്. തീർച്ചയായിട്ടും ഈ ഫിലിപ്പിയ സഭയും പ്രതിസന്ധിയുടെ നടുവിലൂടെ ഒക്കെ കടന്നുപോയ സഭയാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാൻ, ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങായി തീരുവാനായിട്ട് സഭയ്ക്ക് സാധിച്ചു. അതുകൊണ്ട് പൗലോസ് അവിടെ അതിനെ നന്ദി അർപ്പിക്കുക മാത്രമല്ല, അവിടെ 19-ാം വാക്യത്തിൽ പറയുന്നത്: എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അതുകൊണ്ട് ചെറുതോ വലുതോ ആയിട്ടുള്ള നിങ്ങളുടെ ദാനങ്ങൾ നിങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്തിനായിട്ട് വിനിയോഗിച്ചുവെങ്കിൽ അതിന് പൂർണ്ണമായി നിങ്ങൾക്ക് തീർത്തു തരുവാൻ മതിയായവനായിട്ടുള്ള ഒരു ദൈവമാണ്. അതുകൊണ്ട് ഞാനൊരു സമ്പന്നതയുടെ സുവിശേഷം ഇവിടെ പറയുകയല്ല, മറിച്ച് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്നതിൽ നിന്ന് ഒരു ചെറുതെങ്കിലും മറ്റുള്ളവന് വേണ്ടി കൊടുക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയോ അതിൻ്റെ ഇരട്ടി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നന്മകളായി അനുഗ്രഹങ്ങളായി നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്ന അവൻ ആർക്കും കടക്കാരനല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രിൻസിപ്പിൾ ഓഫ് ഓണർഷിപ്പ്. ഞാനും നിങ്ങളും ഒന്നും ഈ ലോകത്തിലുള്ള ഒന്നിൻ്റെയും ഓണേഴ്സ് അല്ല, അതിന് ഉടമസ്ഥരല്ല, മറിച്ച് കെയർ ടേക്കേഴ്സാണ്. അതിനെ ഉത്തരവാദിത്വത്തോടുള്ള കാര്യവിചാരത്തെ നടത്തുന്ന ആൾക്കാരാണ്. രണ്ടാമത് ഓർപ്പിച്ചത് പ്രിൻസിപ്പിൾ ഓഫ് റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്വമുള്ളവരും ഉത്തരം പറയേണ്ടവരാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിപ്പാനായിട്ട് എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടത് ആവശ്യമാണ്. മൂന്നാമതോടെ പറയുന്ന പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടബിലിറ്റി. ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിപ്പാനായിട്ട് നമുക്ക് കഴിയണം. പ്രിൻസിപ്പിൾ ഓഫ് റിവാർഡ്. ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ഒരു ചെറിയ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയും ഇരട്ടിയായി നമുക്ക് നൽകുവാൻ കഴിയുന്നവനായിട്ടുള്ള ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ആ ദൈവസന്നിധിയിൽ ഉത്തരവാദിത്വത്തോടുകൂടെ ഉത്തരം കൊടുക്കേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടുകൂടെ, കണക്ക് ബോധിപ്പിക്കുവാൻ ബാധ്യസ്ഥപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തോടുകൂടെ, ഇതിൻ്റെ ഒന്നും ഉടമസ്ഥൻ ഞാനല്ല, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണെന്ന് എന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, നാം ഈ ചിന്തയുടെ ആദ്യം ഓർപ്പിച്ചതുപോലെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ സുതാര്യത നിലനിർത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ
അനുഗ്രഹത്തോടെ വഴി നടത്തും. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ. യുവജനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നാം കേട്ടതായിട്ടുള്ള വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നിഖ്യാവിശ്വാസ പ്രമാണം ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയെ കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായുള്ള സകലത്തെയും സൃഷ്ടിച്ചവനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് ഏകജാതനായ പുത്രനായി ഏകർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങൾക്കും മുമ്പേ തന്റെ പിതാവിൽ നിന്ന് ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവൻ, അവനാൽ സകലവും ഉണ്ടായി. മനുഷ്യ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യമൃഗങ്ങൾ ധരിച്ച് മനുഷ്യനായി തീർന്നു. പുതിയോസ് പിലാത്തോസിനെങ്കിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു. തിരുവചന പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അഞ്ചുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിൽ പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകരെ കൊണ്ട് പറയിച്ചതുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തലികമായ വിശുദ്ധ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ബപ്തിസ്മം അനുസരിക്കുന്നു. മനുഷ്യരുടെ പുനരുത്ഥാനത്തിനും വരുവാണ് ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. എല്ലാവർക്കും അത് സ്ഥാനത്തിരിക്കാം. ഈ ദിവസങ്ങളിൽ പിറന്നാൾ ആഘോഷിക്കുകയോ വിവാഹവാർഷികം ആഘോഷിക്കുകയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്കായിട്ട് മുമ്പോട്ട് കടന്നു വരാം. പിറന്നാൾ ആഘോഷിക്കുകയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഇടവകയുടെ ആശംസകളെ അറിയിക്കുകയും ചെയ്യുന്നു. എന്നോടുള്ള നിൻ ഇപ്പോളെന്തു ചെയ്യേണ്ടു നീനക്കേ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നിങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്നറിഞ്ഞുകൊണ്ട് കർത്താവെ അവന് തക്കതായിട്ടുള്ള തുണയെ നൽകി ഒരു കുടുംബം എന്ന വ്യവസ്ഥിതിയിലെ കർത്താവെ ഈ ലോകത്തെ ജീവിപ്പാനായിട്ട് അവിടുന്ന് ഞങ്ങളെയൊക്കെ സഹായിക്കുന്നതിലെ കൃപയ്ക്കായി അങ്ങേക്ക് സ്തോത്രം ചെയ്തു സ്തുതിക്കുന്നു. കർത്താവെ ഈ ആഴ്ചയിൽ പിറന്നാൾ ആഘോഷിക്കുന്നവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ദൈവകാര്യങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം കർത്താവെ നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടെയും വർഷമാക്കി അവിടുന്ന് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ധാരാളമായ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ കർത്താവെ എല്ലാവരോടും സഹായിക്കണം. പ്രത്യേകിച്ച് അങ്ങയുടെ സന്നിധിയിൽ മുഴങ്കാലുകളെ മുടക്കിയിരിക്കുന്ന കർത്താവെ തൻ്റെ പ്രിയമക്കളെ അവിടുന്ന് അനുഗ്രഹത്തോടെ നടത്തണമേ. ആരോഗ്യവും ബലവും ദൈവകൃപയും നൽകി കർത്താവെ തലമുറകളെ അനുഗ്രഹിച്ച് കർത്താവെ ഏറ്റവും ആരോഗ്യത്തോടും ബലത്തോടും തുടർന്നുള്ള നാളുകളിൽ ജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കണം. വിശുദ്ധാലയത്തിൽ കടന്നു വന്ന് കർത്താവെ ദൈവസന്നിധിയിൽ ദൈവം ചെയ്ത നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി കരയേറ്റുവാൻ പ്രിയമക്കളെ അവിടുന്ന് ഇടയാക്കിയതിനായി സ്തോത്രം. കടന്നു വരുവാൻ കഴിയാത്തവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് ധാരാളമായ കൃപയിൽ അവരെല്ലാം സൂക്ഷിക്കണം. കൃപയോടെ വഴി നടത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. നമ്മുടെ തലകളെ വണക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പകർന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവം അവസരം നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെയും പാപത്തിൻ്റെ അനുഭവങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ, പാപത്തെ വെറുക്കുകയും ഭാവിയോട് ക്ഷമിക്കുകയും ചെയ്യുന്ന ദൈവമാകുന്നു. കുറവുകളെയൊക്കെ ഏറ്റുപറയാം. ദൈവം ചെയ്ത നന്മകളെയും അനുഗ്രഹങ്ങളെയും ഒക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ കർത്താവെ അത് ഭംഗിയായി ഉത്തരവാദിത്വത്തോടുകൂടെ ഉത്തരം നൽകേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടുകൂടെ, കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടുകൂടെ കർത്താവെ അതിനെ വിനിയോഗിക്കുവാൻ ഞങ്ങളെല്ലാം സഹായിക്കണമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.
ജീവിതത്തിൻ്റെ പലവിധമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട്. രോഗത്തിൻ്റെ അവസ്ഥയിൽ ആശുപത്രികളിലും ഭവനങ്ങളിലൊക്കെ ഭാരപ്പെടുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ അനുഭവത്തിൽ കർത്താവെ തുടർന്ന് അനേകം ആളുകൾ കർത്താവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അനേകരെ രോഗത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്നു. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നു. സമാധാനമില്ലാതെ ഭാരപ്പെടുന്നു. സഹായിപ്പാൻ ആരുമില്ലാതെ ഭാരപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. കർത്താവെ, ദൈനംദിന ജീവിതത്തിന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അനേകരുണ്ട്. അവരെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഓർക്കാം. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. ജോലി സ്ഥലത്തേക്ക് മടങ്ങിപ്പോകുവാൻ കഴിയാതെ നാട്ടിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. വിദൂരതയിലൂടെ നമ്മുടെ സഹോദരങ്ങൾ, മക്കൾ അനേകർ നാട്ടിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ കഴിഞ്ഞ 1.5-2 വർഷക്കാലമായിട്ട് ഭാരപ്പെടുന്നു. അവരെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാം. ജീവിതത്തിൻ്റെ പലവിധമായ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിലൂടെ കടന്നു പോകുന്നവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ, കടഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവർ, മദ്യപാനത്തിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന അനേക ഭവനങ്ങളുണ്ട്. സമാധാനം നഷ്ടപ്പെട്ടവരായി ഒക്കെ ഭാരപ്പെടുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അനേകർ നമ്മളോട് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനേകരോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളാം നമ്മൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ ഇടവകയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളെ ഓർക്കാം. സൺഡേ സ്കൂൾ, ഗായക സംഘം, സ്ത്രീജന സഖ്യം, യുവജന പ്രസ്ഥാനം, ആത്മായ സംഘടന, മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. സൺഡേ സ്കൂളിലെ പ്രവർത്തനങ്ങളെയൊക്കെ ധാരാളമായി നാളുകൾ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിൻ്റെ ക്ഷീണതയിൽ കഴിയുന്ന നമ്മുടെ ഇടവാങ്ങളെ എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദീർഘനാളുകളായി രോഗക്കിടക്കയിലായിരിക്കുന്നവരുണ്ട്. അവരെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാം. സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. മഹാടവയെ ഓർക്കാം. മഹാടവയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർക്കാം. തിരുമേനിയെയും പട്ടക്കാരെയും ശുശ്രൂഷകരെയും മിഷണറിമാരെയും മിഷൻ പ്രവർത്തകരെയും എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. പലവിധമായ ഭാരത്തോടും പ്രയാസത്തോടും ജീവിതത്തിന് ആവശ്യങ്ങളോടുകൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ളവരുണ്ട്. കടന്നു വരുവാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തെയും രാജ്യത്തെയും ഈ ലോകത്തെയും കർത്താവെയും ഈ വലിയ മഹാമാരിയുടെ അനുഭവത്തിൽ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ്, നേഴ്സസ്, മെഡിക്കൽ സ്റ്റാഫ്, പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റ് ഉദ്യോഗസ്ഥരെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ ഇവിടെയൊക്കെ വ്യാപരിക്കപ്പെടുവാൻ ഇടയാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഇവിടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും ജീവിതത്തിൻ്റെ ഭാരങ്ങളും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, അങ്ങനെ സാന്നിധ്യത്താൽ തുടർന്ന് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ പൂർണ്ണമായി വിനയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ശാന്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിന്റെ ആത്മാവ് ശരീരമാകുന്ന സഭയെ മുഴുവൻ ഭരിച്ച് ശുദ്ധീകരിക്കുന്നുവല്ലോ. നിന്റെ വിശുദ്ധ സഭയിലെ എല്ലാവിധത്തിലുമുള്ള ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കഴിക്കുന്ന അപേക്ഷകളും പ്രാർത്ഥനകളും കൈക്കൊള്ളണമേ. അതിലുള്ള ഓരോരുത്തരും അവനവൻ്റെ വിളിയിലും ശുശ്രൂഷയിലും നിന്നെ സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന് നിന്റെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം കൃപ അരുളണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മെല്ലാവരുടെ കൂടെ നന്നയിക്കും കലാസ്ഥനം കൂടാതിരിക്കുമാറാകട്ടെ. അപ്പം നിൽക്കൽ ശുശ്രൂഷയ്ക്കായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരു അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. ഞാൻ അവൻ്റെ കൂടാരങ്ങളിൽ ജയഘോഷങ്ങളെ അർപ്പിക്കും. ഞാൻ കർത്താവിന് പാടി കീർത്തനം ചെയ്യും. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെ അടയാളമാകുന്ന കൈസൂരി നമുക്ക് സ്വീകരിക്കാം. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മോടുകൂടെ.
ജ്ഞാനകീർത്തനങ്ങളിൽ 93-ാമത്തെ കീർത്തനം നമുക്ക് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 93-ാമത്തെ കീർത്തനം പാടുന്നതായിട്ടുള്ള സമയത്ത് നമ്മുടെ സ്തോത്ര വഴിപാടുകളെ മുമ്പോട്ട് കടന്നു വന്ന് അർപ്പിക്കാവുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. 93-ാം കീർത്തനം. ഞാൻ വരുന്നു ക്രൂസിങ്കൽ സർവവും എനിക്കേച്ചിൽ പൂർണ്ണരക്ഷകാണും ഞാൻ ശരണം എൻ കർത്താവേ വാഞ്ചിച്ചു നിന്നെയത്ര ദോഷമോ ഇമ്പമാ ചൊല്ലുന്നേശു ഞാൻ നാം അർപ്പിച്ചതായിട്ടുള്ള വഴിപാടുകളെയും നമ്മെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ പ്രിയപുത്രന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ളത് വഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവ്, അവൻ മുഖാന്തരം അയോഗ്യരായി ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ഈ ദാനങ്ങളെയും അങ്ങ് കൈക്കൊണ്ട് അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. മുട്ടുകളെ മടക്കി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് ചൊല്ലാം. യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളവേ, നിന്റെ ശിഷ്യന്മാരുടെ നടുവിൽ നീ സന്നിഹിതനായിരുന്നതുപോലെ ഞങ്ങളുടെ മധ്യത്തിലും വന്ന് അപ്പം നിറക്കുന്നതിൽ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദേവമായി കാലാവസ്ഥാനം കൂടാതെ ജീവിച്ചു വാഴുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ.
കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവീൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. നിന്റെ പുത്രനും നിങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശവും ഭൂമിയും അവനുള്ള സകലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതു സൃഷ്ടിയുടെ ആദ്യഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവദൂതന്മാരോടും പ്രധാന ദൈവദൂതന്മാരോടും സ്വർഗത്തിലെ സകല സംഘത്തോടും കൂടെ ഞങ്ങളെപ്പോഴും നിന്നെ സ്തുതിച്ചും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം എന്ന് ചൊല്ലിയും നിന്റെ മഹത്വമുള്ള നാമത്തെ പുകഴ്ത്തിയും മഹത്വപ്പെടുത്തുന്നു. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആതുര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം എടുക്കുവാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണമനുഭവിപ്പാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെ എപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവീൻ. എന്തെന്നാലും നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചെറിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ആമീൻ. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ കൊണ്ടാടുന്നു, നിന്റെ ഉയർപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു. രണ്ടാമത്തെ വരവിൽ ഞങ്ങൾ കാത്തിരിക്കുന്നു. ക്രിസ്തുവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിന്റെ പുത്രന്റെ വിലയേറിയ മരണവും കഷ്ടപ്പാടും അവൻ്റെ മഹത്വമുള്ള പുനരുദ്ധാനവും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവൻ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവൻ്റെ ഓർമ്മയ്ക്കായി നിരദാസരായി ഞങ്ങളിത് ചെയ്യുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹിമപ്പെടുത്തുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും നിന്റെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടപേക്ഷിക്കുന്നു. അങ്ങനെ അവനിൽ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങൾ കർത്താവാകുന്ന മശിഹ എന്ന് പറയാകുന്നവങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായും അവനോടുകൂടെയും
പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമീൻ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു കൊല്ലുന്നത്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിസ്മരിക്കണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നല്ലോ. ആമേൻ. കർത്താവിൻ്റെ വിശുദ്ധ മേശയിലേക്ക് കടന്നു വരുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ ബലഹീനരാകുന്ന നമ്മെ തിരുമേശയുടെ ഓഹരിക്കാരായി തീരുവാൻ ബലപ്പെടുത്തണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞുവല്ലോ. അവിടുന്ന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി അങ്ങയുടെ തിരുശരീര രക്തത്തെ സ്വീകരിച്ച് ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടെ നിർവഹിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ വിശുദ്ധ മേശയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ഒരുക്കാം. താഴെ വരുന്ന പ്രാർത്ഥന നമുക്ക് ഏറ്റവും വിശ്വാസത്തോടും സമർപ്പണത്തോടും ചേർന്ന് ചൊല്ലാം. കരുണയുള്ള കർത്താവേ, ഞങ്ങളങ്ങയുടെ പലവിധമായ വലിയ കരുണകളിലല്ലാതെ ഞങ്ങളുടെ സ്വന്തം നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മേശയിലേക്ക് വരുവാൻ തുനിയുന്നില്ല. ഞങ്ങളങ്ങയുടെ മേശയെങ്കിൽ വീഴുന്ന അപ്പഞ്ഞുരുക്കൾ പോലും അനുഭവിപ്പാൻ യോഗ്യതയുള്ളവരല്ല. എന്നാൽ അങ്ങ് എപ്പോഴും കരുണ ചെയ്യുന്ന സ്വഭാവമുള്ള കർത്താവ് തന്നെയാകുന്നു. അതുകൊണ്ട് കൃപയുള്ള കർത്താവേ, ഞങ്ങളുടെ പാപശരീരങ്ങളും ആത്മാക്കളും അങ്ങയുടെ ഇഷ്ടപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വിലയേറിയ ശരീരത്താലും രക്തത്താലും ശുദ്ധീകരിക്കപ്പെടുവാനും അവൻ ഞങ്ങളിലും എപ്പോഴും വസിക്കുവാനും ഞങ്ങൾ അവൻ്റെ മാംസത്തെ ഭക്ഷിക്കുകയും അവൻ്റെ രക്തത്തെ കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് കൃപ തരണമേ. ആമേൻ. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? ലോകത്തിൻ്റെ പാപത്തെ ചുമന്നിറക്കുന്നതിനായ ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നിറക്കുന്നതിനായ ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നിറക്കുന്നതിനായ ദൈവത്തിൻ്റെ കുഞ്ഞാടെ നിന്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ജീവന്റെ അപ്പമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം, സത്യാമൃതയാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം വിശ്വാസത്തോടെ നമുക്ക് സ്വീകരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനും നമ്മുടെ സുഖസ്ഥിതാവേ വിശ്വസ്തനായ ദൈവമേ, ഈ വിശുദ്ധ ദിവസത്തിൽ കർത്താവെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ആരാധനയിലുടനീളം അങ്ങയുടെ സാന്നിധ്യവും കൃപയും വ്യാപരിച്ചതോർക്ക് സ്തോത്രം ചെയ്യുന്ന അനേക കാര്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ കർത്താവെ അവിടെ ഞങ്ങളെ സഹായിച്ചല്ലോ. മുന്നോട്ടും കർത്താവെ അങ്ങയുടെ കൃപ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ അവിടെ ഞങ്ങളെ ഇടയാക്കണം. ഈ രോഗാതുരമായ ലോകത്ത് അവിടെ ഞങ്ങളെല്ലാം കർത്താവെ സുരക്ഷിതരായി കാത്തു സൂക്ഷിക്കണം. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിച്ച പ്രാർത്ഥനകളൊക്കെയും കർത്താവെ ദൈവസന്നിധിയിൽ സൗരഭ്യവാസനയുടെ യാഗമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യങ്ങളെ തുടർന്ന് ഞങ്ങളെ നിറച്ചാട്ട് ആരാധനയിൽ വന്നുപോയ കുറവുകളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണം. കൃപയിൽ ഞങ്ങളെ വഴി നടത്തണം. യേശുവിൻ നാമത്തിൽ ഉപേക്ഷിക്കുന്നത് ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവ് പുത്ര പരിശുദ്ധാത്മാവും ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വാഴ്ത്തലും നമ്മെല്ലാവർക്കും കൂടെ നന്നേക്കും കലാവസരം കൂടാതെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ആരാധനയിൽ വ്യാപരിച്ച ദൈവിക കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മുമ്പ് കഴിഞ്ഞ ദിവസം വാട്സപ്പിലൂടെ അറിയിച്ചതനുസരിച്ചുള്ള എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7 മണിക്കും
ഞായറാഴ്ച രാവിലെ 9 മണിക്കും വിശുദ്ധ സംസർഗ ശുശ്രൂഷയോടുകൂടിയുള്ള ആരാധന നടത്തപ്പെടുന്നതാകുന്നു. അറിയിച്ചതുപോലെ 15 പേർക്ക് മാത്രമേ ഇപ്പോഴത്തെ ക്രമീകരണം അനുസരിച്ച് ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വെള്ളിയാഴ്ച വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ ബുധനാഴ്ച 8 മണിക്ക് മുമ്പായും ഞായറാഴ്ചത്തെ ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ വെള്ളിയാഴ്ച 8 മണിക്ക് മുമ്പായി നിങ്ങളുടെ പേരുകൾ നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം സഭയുടെ സാമ്പത്തിക കാര്യങ്ങളും ഈ നാളുകൾ ക്രമീകരിക്കപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാകുന്നല്ലോ. ഈ ദിവസങ്ങളിൽ നമ്മുടെ കപ്പ്യാരന്മാർ ഭവനത്തിലേക്ക് കടന്നു വരികയും കവറുകളൊക്കെ നൽകുന്നതാകുന്നു. എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.